ഹേ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ അടുത്ത് വീട്ടിൽ പോകാറില്ല എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. പക്ഷേ ഞാൻ വീട്ടിൽ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ക്രിസ്മസ് വെക്കേഷനായിട്ട് ഞാനും വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞാനിതിൻ്റെ വണ്ടിയിലാണ് പോണത്. അപ്പോൾ ഇതേ ഞാൻ പുറപ്പെട്ടിട്ടുണ്ട് പട്ടാമ്പിന്ന് തിരുവില്ലാമല കേട്ടോ. അപ്പോൾ ഇതേ പട്ടാമ്പിന്ന് മുള്ളൂർക്കര വഴി ചേലക്കര, പഴയന്നൂർ, തിരുവില്ലാമല. തിരുവില്ലാമല എത്തിക്കഴിഞ്ഞാൽ എപ്പോഴും ജ്യൂസ് മേടിക്കുന്ന രാജേട്ടൻ്റെ കടയിൽ നിന്ന് മുന്തിരി ജ്യൂസ് മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ വീടെത്തിയതും അവിടെ അമ്മേനെ കാണാത്തതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിലേക്ക് പോയിട്ട് കുറച്ച് നേരം അവരോടൊക്കെ വർത്താനം പറഞ്ഞു കേട്ടോ. പിന്നെ ദേ അച്ഛൻ്റെ കടയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ബിരിയാണിയും കൊണ്ടാണ് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നത്. ഒരു ബീഫ് ബിരിയാണിയും 2 ബീഫ് ബിരിയാണിയും ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഇതാണ് കേട്ടോ കഴിക്കേണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ദേ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് തലയിൽ പെയിൻ കടിക്കുന്നതുകൊണ്ട് ഞാൻ മേടിച്ചിട്ടുള്ള പുതിയ പെയിൻ ചെറുപ്പ് അമ്മയുടെ തലയിലൊന്ന് പരീക്ഷിച്ചു കേട്ടോ. നല്ല അടിപൊളി ചീർപ്പാണ്, ഞാൻ ഐറ്റം പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം അമ്മ ചായ വെക്കാനായിട്ട് പാലൊക്കെ തിളപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പോയി ഊതിയതാണ്. പക്ഷേ അത് അടുപ്പോടെ കെട്ടുപോയി. അവസാനം അപ്പുറത്തെ അടുപ്പിൽ കത്തിക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ അവിടെയും പോയിട്ട് ഊതി, പക്ഷേ ആ അടുപ്പ് കെട്ടുപോയില്ല. എന്നാലും അമ്മ ചായയൊക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ. ഇവിടെ പോയി അമ്മയുടെ പുറകിൽ നിന്നാൽ മതി, അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്തോളും. അതുകൊണ്ട് തന്നെ അമ്മയുടെ പുറകിൽ പോയിട്ട് അച്ഛനുള്ള ചായയും മേടിച്ചിട്ട് അച്ഛന് ചായ കൊണ്ടു കൊടുത്തു കേട്ടോ. ആൾസംഖ്യ കൂടുതലുള്ളതുകൊണ്ട് അമ്മയുടെ ഗ്രൈൻഡർ എടുത്തിട്ടുണ്ട്. ഗ്രൈൻഡറിൽ ഞങ്ങൾക്ക് നാളെ ഇഡ്ഡലിക്ക് അരയ്ക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഇഡ്ഡലിക്ക് അരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും അമ്മേനെ പോയിട്ട് ഒന്ന് സഹായിച്ചു. ഞാനാണ് കഴുകി ഒഴിച്ച് കലക്കിയത്. അപ്പോൾ നന്നായിട്ട് കൈ വെച്ചിട്ട് ഇളക്കി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷേവ് ചെയ്യണം. അച്ഛൻ്റെ അടുത്ത് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ പോയിട്ട് നിന്നിട്ട്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ ഈർക്കിളി കൊണ്ട് മുടി കറുപ്പിക്കുന്ന ഡൈ ഇളക്കുന്നത് കണ്ടിട്ട് ഞാൻ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അത് ഒരു ട്രിക്കാണെന്ന് കേട്ടോ. ബ്രഷ് ആകുമ്പോൾ തലൊട്ടിയിലാവും, ഇതാകുമ്പോൾ ഓരോ ഇഴയിലും അടിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാട്ടോ ഞങ്ങൾ പിന്നീട് ചിരിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാനും ചേച്ചിയും ഉണ്ണിയും അമ്മയും അച്ഛനും കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചു കേട്ടോ. ലോക സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ള വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.